മലപ്പുറം കൊണ്ടോട്ടിയിൽ MDMA പിടികൂടിയ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. ഐക്കരപ്പടിയിലെയും ചുങ്കത്തെയും കേസുകളാണ് അറസ്റ്റ്. പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ഒക്ടോബർ 6-ന് ഐക്കരപ്പടി കണ്ണംവെട്ടിക്കാവിൽ വെച്ച് കാപ്പ പ്രതി ഉൾപ്പെടെ 4 പേരെ 153 ഗ്രാം MDMAയും 1.5 ലക്ഷം രൂപയുമായി പിടികൂടിയിരുന്നു. ഇതിലുൾപ്പെട്ട കോഴിക്കോട് കൊമ്മേരി സ്വദേശി സുബിനെയാണ് കൊണ്ടോട്ടി പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് കോഴിക്കോട് നിന്ന് പിടികൂടിയത്. ഇനി കേസിൽ 2 പേർ കൂടി പിടിയിലാവാനുണ്ടെന്നും അന്വേഷണം ഊർജിതമാണെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. ബാക്കി 2 പ്രതികൾ കൂടി ഇനി അതിൽ പ്രതികൾ പിടിക്കാനുണ്ട്. ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, 2 പേരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടിയ കേസിലാണ് മറ്റൊരു അറസ്റ്റ്. കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി മുഹമ്മദ് നിഷാദാണ് പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കൊണ്ടോട്ടി ചുങ്കത്തെ ഓടക്കൽ അഫ്സൽ അലിയുടെ വീട്ടിൽ നിന്നും രാസലഹരി പിടികൂടിയത്. ഡാൻസാഫും കൊണ്ടോട്ടി പോലീസും നടത്തിയ പരിശോധനയിലാണ് MDMAയും കഞ്ചാവും പിടിച്ചെടുത്തത്. മുൻപ് പിടിയിലായ അഫ്സൽ അലിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ മുഹമ്മദ് നിഷാദാണ് ഇപ്പോൾ പിടിയിലായത്. പ്രതിക്കെതിരെ കൊണ്ടോട്ടി സ്റ്റേഷനിൽ കൊലപാതക ശ്രമക്കേസും എക്സൈസിൽ ലഹരി കടത്ത് കേസും നിലവിലുണ്ട്.